തിരുവൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് ഭാഗ്യം തന്ന പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ എല്ലാമായി എൻ്റെ ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ആദ്യം തന്നെ തിരുവൾത്താരയിൽ കയറുന്നതിന് കാല് കുത്തുന്നതിന് മുൻപ് തന്നെ വലിയൊരു രോഗസൗഖ്യം എനിക്ക് കിട്ടിയിരുന്നു. ആരും പറയാതെ തന്നെ യൂട്യൂബ് വഴി കണ്ടിട്ടുള്ള സാക്ഷ്യങ്ങൾ വഴി വളരെയധികം വിശ്വാസത്തിലാണ് ഞാൻ ജീവിച്ചിരുന്നത്. ഒരു ദിവസം എക്സിമ എന്നുള്ള അസുഖം മാറി പരിപൂർണ രോഗസൗഖ്യം കിട്ടിയ ഒരാൾ സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടു. അയാളുടെ സാക്ഷ്യത്തിനോടൊപ്പം തന്നെ ഞാനും എൻ്റെ കാലിൽ എക്സിമ എന്നുള്ള അസുഖം മാറുന്നതിന് വേണ്ടി ഞാൻ ശക്തമായി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എനിക്ക് ആ പ്രാർത്ഥന ഈശോൻ്റെ അടുത്ത് എത്തി എന്നൊരു ഫീലിംഗ് എൻ്റെ മനസ്സിൽ കിട്ടി. വലിയ റിലീഫ്, ഭയങ്കര ഒരു സന്തോഷം മനസ്സിൽ തോന്നി. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ 25 വർഷം പഴക്കമുള്ള എൻ്റെ കാൽപാദത്തിൻ്റെ അടിയിൽ എക്സിമയുടെ ഒരു പപ്പടത്തിൻ്റെ വട്ടത്തിൽ സ്കിൻ ഭയങ്കര വൃത്തികേട് തോന്നുന്ന രീതിയിൽ എക്സിമയുടെ ഒരു അസുഖം ഉണ്ടായിരുന്നു. അതൊരു 90% 25 വർഷത്തിന് ശേഷം നോർമൽ സ്കിന്നായിട്ട് ഞാൻ കണ്ടു. അതെനിക്ക് വളരെയധികം എൻ്റെ വിശ്വാസം കൂടുതൽ ആഴത്തിലാവാൻ എന്നെ സഹായിച്ചു. അതിനുശേഷമാണ് ഞാൻ കൃപാസനത്തിൽ കാലുകുത്തിയത്. കൃപാസനത്തിൽ കാലുകുത്തി മാതാവിൻ്റെ അടുത്ത് വരാനുള്ള വലിയ ആഗ്രഹത്തിൽ ഓടിയെത്തി. ഉടമ്പടി എടുക്കണമെന്നൊന്നും എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ഉടമ്പടീനെക്കുറിച്ച്. പക്ഷേ ആ വന്ന ദിവസം തന്നെ അത്രയധികം കുറേ ദിവസങ്ങളോളം ഞാൻ ആഗ്രഹിച്ച് ഓടിയെത്തിയതാണ് കൃപാസനത്തിൽ. എന്നുവെച്ചാൽ വീട്ടിൽ നിന്ന് സപ്പോർട്ട് വളരെ കുറവായിരുന്നു. ഹസ്ബൻഡ് എന്നെ എല്ലാ നിലയ്ക്കും സൈലൻറ്റ് സപ്പോർട്ട് ഉണ്ടെങ്കിലും കൂടി ഈ കാര്യങ്ങളിലൊക്കെ ആൾ കുറച്ച് പിന്നിലായതുകൊണ്ട് എനിക്കെല്ലാം ഫ്രീഡം ഉണ്ട്, പക്ഷേ സപ്പോർട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ എത്തിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആൾത്താരയിൽ വന്ന് കൃപാസനത്തിൽ മുട്ടെത്തിയ ദിവസം ഭയങ്കര സന്തോഷത്തിൻ്റെ ഒരു ദിവസമായിരുന്നു. അന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കാതെ ഞായറാഴ്ചകൾ ഉടമ്പടി തുടങ്ങിയ ദിവസമായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഉടമ്പടി എടുത്തു. അങ്ങനെ ഉടമ്പടി എടുത്ത് 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു അലർജിയുടെ അസുഖം പരിപൂർണമായിട്ട് മാറി. 3 വർഷത്തോളം ഞാൻ ചികിത്സയും 2-3 ഡോക്ടേഴ്സിനെ കണ്ടു. അത് മാറില്ല. എല്ലാ ഓൾട്ടർനേറ്റ് ഡേയ്സിലും ഞാൻ ടാബ്ലറ്റ് കഴിക്കാറുണ്ടായിരുന്നു. അത് ഇപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാനൊരു ടാബ്ലറ്റ് പോലും കഴിച്ചിട്ടില്ല. ആ അസുഖവും പരിപൂർണമായി എന്നിൽ നിന്ന് മാറി കിട്ടി. അതുകൂടാതെ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട്, ഇപ്പോൾ എനിക്ക് 62 വയസ്സുണ്ട്. കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് എപ്പോൾ കാറിൽ യാത്ര ചെയ്താലും ഛർദി അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, ഗ്യാസിൻ്റെ പ്രോബ്ലം, പിന്നെ കാറിൽ നിവർന്ന് കിടക്കണം. ഞങ്ങളെപ്പോഴും യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. എന്നിട്ടും ഞാൻ ഈ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അതിനുവേണ്ടി ഒരു ചികിത്സയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം കഴിഞ്ഞ 2-2.5 വർഷമായിട്ട് ഈ അസുഖം ഞാൻ മറന്നുപോയി. പിന്നീടാണ് ഞാൻ ഓർത്തത്, ഈ അസുഖം എന്നെ വിട്ടു പോയാലോ. കഴിഞ്ഞ ഞാൻ ഛർദിയോ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ സുഖമായിട്ട് ഞാൻ കാർ യാത്ര ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇതാണ് എൻ്റെ 3 വലിയ അനുഭവങ്ങൾ എനിക്കുണ്ടായത്. ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിച്ചത് ഉടമ്പടി എടുത്ത അന്ന് തൊട്ട് ഈശോവും മാതാവും പരിപൂർണമായി എല്ലാ സമയവും നമ്മുടെ കൂടെ കട്ട സപ്പോർട്ടായിട്ടുണ്ടെന്ന് കുറേ അധികം ചെറിയതും വലുതുമായ അനുഭവങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഞാൻ ആരോടും എൻ്റെ അടുത്ത് വിശ്വാസം കുറവുള്ള ആൾക്കാരെ കണ്ടാൽ ഞാൻ ഭയങ്കര ആവേശപൂർവ്വം സംസാരിക്കുമായിരുന്നു എൻ്റെ അനുഭവങ്ങളെക്കുറിച്ച്. പിന്നെ എനിക്ക് 1 വർഷമായിട്ട് എൻ്റെ പ്രധാനപ്പെട്ട 2 നിയോഗങ്ങൾ ഒരു മാറ്റവും കാണാതായപ്പോൾ ഞാൻ ഒരു ദിവസം ഈശോൻ്റെ അടുത്ത് ഞാൻ പേഴ്സണൽ പ്രയേഴ്സ് കുറേ മണിക്കൂറുകളോളം ചെയ്യുന്ന ആളാണ്. എന്നുവെച്ചാൽ ഞാൻ നല്ല ഫ്രീ ആണ്, കുറേ ഫ്രീ ടൈമുള്ള ആളാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ കുറേ അധികം സമയം ചിലവാക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ 1 വർഷമായിട്ട് ഞാൻ ഉടമ്പടി നിർത്തിയാലോ ഒന്നും മാറ്റങ്ങളൊന്നും ഇല്ലല്ലോ എൻ്റെ നിരാശയോടെ ഞാൻ അന്ന് ഈശോൻ്റെ അടുത്ത് കുറേ അധികം പരിഭവം പറഞ്ഞൊരു ദിവസമായിരുന്നു. അന്ന് രാത്രി ഞാൻ ഭയങ്കര സങ്കടവും വിഷമവും നിരാശയൊക്കെ ആയിട്ട് രാത്രി ഡിന്നറൊക്കെ കഴിഞ്ഞ് കിടക്കാൻ പോയപ്പോൾ ബെഡിൽ കിടന്ന് കണ്ണടച്ച ഉടനെ ഈശോ എൻ്റെ അടുത്ത് വന്നു. അത് വരാമെന്ന് വെച്ചാൽ ദർശനം, വിഷൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടല്ലാതെ അതിനെക്കുറിച്ച് ഒന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എൻ്റെ കണ്ണിൻ്റെ ഉള്ളിൽ ഞാൻ കണ്ണടച്ചപ്പോൾ സിനിമ പോലെ ഒരു ചുവന്ന മേലെങ്കിൽ ദൂരെ നിന്ന് നടന്ന് അങ്ങനെ നീങ്ങി എൻ്റെ അടുത്ത് വരുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ സൂര്യൻ ഉദിച്ച് തിളങ്ങുന്ന അത്രയും ശോഭയുള്ള ഈശോൻ്റെ മുഖം ഞാൻ കണ്ടോണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ അയ്യോ ഇത് ഈശോ അല്ലേ എന്ന് ഞാനിങ്ങനെ സ്വയം പറഞ്ഞു. അതിങ്ങനെ ഒരു 4-5 സെക്കൻഡ് ഈശോനെ ഞാൻ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഈശോ
പിന്നെ ഈശോനെ ഞാൻ കണ്ടില്ല. ചുവന്ന മേലെങ്കിൽ ഇങ്ങനെ ദൂരെ ഇങ്ങനെ പോയി, അത് മറഞ്ഞു പോയി. അന്ന് എനിക്ക് മനസ്സിലായി, നീ വിഷമിക്കേണ്ട, ഞാൻ നിൻ്റെ അടുത്ത് വരുന്നുണ്ട്, എനിക്ക് വേണ്ടി കാത്തിരിക്കണം എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ തോന്നി. അതുപോലെ തന്നെ വേറെ ദർശനങ്ങൾ, ഇങ്ങനെ ചെറിയ അനുഭവങ്ങളും ദർശനങ്ങളും എനിക്ക് കുറേ കിട്ടി തുടങ്ങി ഒരു വർഷത്തിന് ശേഷം. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ നിന്ന് പിന്നാക്കം പോയില്ല, കൂടുതൽ ആഴത്തിൽ വിശ്വസിച്ചു. ഈശോയിലുള്ള വിശ്വാസം ഭയങ്കര അധികമായി. അന്ന് തൊട്ട് ഞാൻ തീരുമാനിച്ചു, ഇനി മരണം വരെ ഈശോ ഇല്ലാതെ എനിക്കൊരു ജീവിതം ഇല്ല. പിന്നെ പരമാവധി എൻ്റെ വിശ്വാസം മറ്റുള്ളവർക്ക് പറയണമെന്നും എൻ്റെ മനസ്സിൽ ഉറച്ചയായ ഒരു ആഗ്രഹം എപ്പോഴും ഉണ്ട്. അതുകൂടാതെ ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡിനെ ഹോസ്പിറ്റലൈസ് ചെയ്ത സമയത്ത് ഞാനായിരുന്നു ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കണേ. അപ്പോൾ ഒരു രാത്രി, ഒരു സൺഡേ ആയിരുന്നു, റീനായ് മെഡിസിറ്റിയിൽ ആളെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എൻ്റെ ബാക്കിൽ ചുവന്ന് നിറം വന്ന് നീറ്റലും ചൊറിച്ചിലായിട്ടൊരു അനുഭവം ഉണ്ടായി. അപ്പോൾ ഞാൻ വല്ലാതെ ഭയന്ന്, ഈ രാത്രി അങ്ങനെ കഴിച്ചിട്ടും ഡോക്ടേഴ്സൊന്നുമില്ല, എന്ത് ചെയ്യുമെന്ന് ഞാൻ വല്ലാതെ ഭയന്നിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം നഴ്സുമാരുടെ അടുത്ത് പറഞ്ഞു, അവർ വന്ന്, ഞാൻ ഇപ്പം മാതാവിൻ്റെ ഉടമ്പടി കാഴ്ചവെപ്പ് എടുത്ത് ശക്തമായി ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി, മാതാവേ കൂടെ ഉണ്ടാവണേ, ഹസ്ബൻഡാണെങ്കിൽ സുഖമില്ലാതെ അപ്പുറത്ത് സെഡേഷനിൽ കിടക്കുക, എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആരുമില്ല. ഞാൻ ഭയങ്കര ശക്തമായിട്ട് മനംനൊന്ത് പ്രാർത്ഥിച്ചു. നഴ്സുമാർ അതിൻ്റെ ഇടയിൽ എന്നോട് എൻ്റെ അസുഖമൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ചെറിയൊരു ഇഞ്ചക്ഷൻ തന്നു. അപ്പോൾ എനിക്ക് കുറച്ച് റിലീഫായി. ഞാൻ അങ്ങനെ ഉറങ്ങാനൊരു മയക്കം കിട്ടി എനിക്ക്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എൻ്റെ അസുഖം പരിപൂർണമായി മാറി, മാതാവാണ് നടത്തി തന്നതെന്നെങ്കിൽ എനിക്ക് മാതാവ് ഒരു അടയാളം തരണം മാതാവേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉറങ്ങാൻ കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വപ്നത്തിൽ ഞാനിങ്ങനെ കിടക്കുമ്പോൾ മാതാവിൻ്റെ വലിയൊരു ഫോട്ടോ, കൃതപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ അടുത്ത് ഞാനിങ്ങനെ കണ്ടു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ഫോട്ടോ അല്ല വേണ്ടേ, മാതാവ് എൻ്റെ അടുത്തേക്ക് വന്നില്ലല്ലോ എന്ന് ഞാനൊരു സങ്കടം പറഞ്ഞു. അപ്പം തന്നെ കൃപാസന മാതാവ് മുഴുവനോടെ കുറച്ച് പിന്നിൽ നിന്ന് നടന്ന് എൻ്റെ അടുത്ത് വന്ന് നിന്നു. അങ്ങനെ 2 വലിയ അനുഭവങ്ങളുണ്ടായി. പിന്നെയും ചെറിയ ദർശനങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായി. അപ്പം ഞാൻ അത്രയധികം ഉറച്ച് വിശ്വസിച്ചു മാതാവിൽ. അതാണ് എൻ്റെ അനുഭവം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ ഉടമ്പടി 3 വർഷം തുടർന്നുകൊണ്ടിരുന്നു. ഈ കാലയളവിലൊക്കെ ഞാൻ എപ്പോഴും ഡ്രസ്സ് വാങ്ങിക്കാൻ പോകുമ്പോൾ റയർ കളേഴ്സ്, ഇംഗ്ലീഷ് കളേഴ്സ് അങ്ങനത്തെ ഒക്കെ നോക്കി വാങ്ങിക്കുന്ന ആളാണ്. പക്ഷേ ഈ കാണുന്ന ഹാപ്പി ബ്ലൂ ഡ്രസ്സ്, ഞാൻ ആ 3 വർഷക്കാലം ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ എപ്പോഴും മാതാവിൻ്റെ നീല വസ്ത്രങ്ങളാണ് അവസാനം ഞാൻ എടുക്കുക. അത് ഞാൻ അറിഞ്ഞുകൊണ്ട് എടുക്കണമെന്നല്ല, എടുത്തു കഴിഞ്ഞ് 4 ദിവസം ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴാണോ ഞാൻ നീലയാണല്ലോ എടുത്തത്. അത് കഴിഞ്ഞ് വേറെ ദിവസം ഡ്രസ്സ് എടുത്തപ്പോൾ നീല വന്നു. അങ്ങനെ ഒരു 4-5 ഡ്രസ്സ് ഞാൻ അറിയാതെ തന്നെ ഞാൻ എടുത്തുപോയി. അതൊക്കെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നൊരു വലിയൊരു അടയാളമായിരുന്നു. പിന്നെ അതിന് ശേഷം അവസാനമായിട്ട് എൻ്റെ ഉടമ്പടിയുടെ അവസാനത്തെ പ്രാവശ്യം ഞാൻ ഷോപ്പിംഗ് ചെയ്തപ്പോൾ മാതാവിൻ്റെ കൃപാസനം, മാതാവിൻ്റെ ഗ്രേ കളർ സാരിയാണ് എനിക്ക് കിട്ടിയത്. അതും ഞാൻ ഇഷ്ടപ്പെട്ട് എടുത്തല്ല, എനിക്ക് അങ്ങനത്തെ സാഹചര്യങ്ങൾ വന്നു, ചോയ്സിന് വേറെ ഒന്നും ഇല്ലായിരുന്നു, അങ്ങനെ ഞാൻ എടുത്തത്. അപ്പോഴും എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്. അങ്ങനെ കുറേ അധികം മാതാവിൻ്റെ അനുഭവങ്ങൾ എനിക്കുണ്ടായിരുന്നു. പിന്നെ ഉടമ്പടി നിർത്തിയാലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദർശനങ്ങൾ തുടങ്ങി. അതോടൊപ്പം തന്നെ എപ്പം ഞാൻ ബൈബിൾ കോട്ട് എടുത്ത് വായിച്ചാലും, അച്ഛൻ്റെ ധ്യാനം കേട്ടാലും, ഡെയിലി ബ്രെഡ് കേട്ടാലും, എപ്പോഴും പിന്നെ ഫ്രണ്ട്സിൻ്റെ ഫോർവേഡ്സ് എൻ്റെ കയ്യിൽ കിട്ടുന്നതെല്ലാം ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളൊരു കോട്ടുകളാണ് എൻ്റെ മുന്നിലേക്ക് വന്നത്. അതുകൊണ്ട് ഞാൻ 1 വർഷം എന്നുള്ളത് 3 വർഷം എൻ്റെ ഉടമ്പടി കാലയളവ് നീണ്ടു. അതോടൊപ്പം തന്നെ പ്രേക്ഷിത വേല ഞാൻ ചെയ്തിട്ടുള്ളത്, കൃപാസനം പത്രം, ഉടമ്പടിയുടെ പത്രങ്ങൾ കൂടാതെ ഒരു 500 പത്രം ഞാൻ വാങ്ങിയിട്ട് ആസ്പത്രികളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഞാൻ നടക്കുന്ന വഴികൾ, ഞാൻ എപ്പോൾ പുറത്ത് പോയാലും എൻ്റെ കൂടെ കുറച്ച് കൃപാസനം പത്രം ഉണ്ടാവും. ഇതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ യൂത്തിൻ്റെ കയ്യിൽ കൊടുക്കാനാണ് എനിക്കിഷ്ടമായിരുന്നത്. വളർന്നു വരുന്ന മക്കൾക്കാണല്ലോ ഏറ്റവും കൂടുതൽ നല്ല ജീവിതം കിട്ടേണ്ടത്. അതെൻ്റെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും പത്രം കൊടുക്കുമ്പോൾ ആദ്യം ഞാൻ ചോദിക്കും, ഈ പേര് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. ചിലവർ നല്ലോണം കേട്ടവരായിരിക്കും. തീരെ അറിയാത്തവരാണെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് നിന്ന് ഒരു 5 മിനിറ്റെങ്കിലും കൃപാസനം പത്രത്തെക്കുറിച്ചും അമ്മയെക്കുറിച്ചും എനിക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചും ഞാൻ കാര്യമായിട്ട് പറയാറുണ്ട്. പത്രം കൊടുക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടിട്ടില്ല. കുറേ അധികം പത്രങ്ങൾ പറഞ്ഞു കൊടുക്കാൻ എനിക്കൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. കൊടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ദിസ് ഈസ് വെരി പ്രഷ്യസ്. നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളതെന്ന് ഞാൻ ഓരോരുത്തരോടും പറയാറുണ്ട്. ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ചയൊക്കെ ഞാൻ പേപ്പർ കൊടുത്തപ്പോൾ ഞാനിങ്ങനെ ഒരു 5 മിനിറ്റൊക്കെ പറയുമ്പോൾ യൂത്തായിട്ടുള്ള ആൺപിള്ളേരും പെൺപിള്ളേരും
ഞാൻ പറയും, ഞാൻ പറഞ്ഞത് നിങ്ങളൊന്നും വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ യൂട്യൂബ് എടുത്ത് കൃപാസനം സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിനേക്കാളും കൂടുതൽ വിശ്വാസം വരും. നിങ്ങളങ്ങനെ ഇതിനെ മാതാവിൻ്റെ അടുത്ത് പോയി നിങ്ങൾക്ക് നടക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അത് ഉറപ്പായിട്ടും നടക്കും. അങ്ങനെ പലരും എൻ്റെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് പേപ്പർ കൊടുക്കുമ്പോൾ ആ പിള്ളേരൊക്കെ ആൻറ്റി താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് പലരും എൻ്റെ കയ്യിൽ നിന്ന് പേപ്പർ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഈശോനെ അറിയാനുള്ള വലിയ ഭാഗ്യം തന്നതിന് ഈശോയോടും അമ്മയോടും കോടാനുകോടി നന്ദി പറയുന്നു. പൈസയായിട്ടും ഞാൻ എൻ്റെ കയ്യിലുള്ളതനുസരിച്ചും എൻ്റെ അടുത്ത് വരുന്നതനുസരിച്ച് ഞാൻ പരമാവധി ഞാൻ സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. നിയമാവർത്തനം 28:9-10 തിരുവചനം. അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ തൻ്റെ വിശുദ്ധ ജനമായി ഉയർത്തും. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. യേശുവിൽ പ്രിയമുള്ളവരെ, മീന വർഗീസിൻ്റെ സാക്ഷ്യം നമ്മോട് പറയുന്നത്, അദ്ദേഹത്തിന് സാക്ഷ്യം കേട്ടാണ് ഉടമ്പടി എടുക്കുവാൻ വരാൻ കാര്യമായത്. ഉടമ്പടിയിൽ എക്സീമ എന്ന രോഗത്തിൽ നിന്ന് അവരെ രക്ഷിച്ചു പരിശുദ്ധമ്മ. അത് കേട്ടത് ഉടനെ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. 20 വർഷ പഴക്കമുള്ള എക്സീമ എന്ന രോഗം പരിശുദ്ധമ്മ ആ സാക്ഷ്യത്തോടുകൂടി ഈ കൃപാസന മണ്ണിൽ ചവിട്ടിയപ്പോൾ അവർക്ക് സൗഖ്യം കൊടുത്തെന്നാണ് മീനു പറയുന്നത്. നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും ഒത്തിരിയേറെ പ്രേക്ഷിത പ്രവർത്തനം യൂത്തിന് ചെയ്തപ്പോൾ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന ദൈവം നിരസിക്കുകയില്ല. കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുതെന്ന് പറയുന്ന വചനവും ഈ വചനഭാഗം വായിച്ച് വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിത്യവും അമ്മയോടുകൂടി സംസാരിച്ചു കൊണ്ടിരുന്ന് പ്രാർത്ഥന സമയം കഴിഞ്ഞപ്പോൾ, അതാണ് വ്യക്തിപരമായ പ്രാർത്ഥന. അമ്മയും മീനുവും തമ്മിലുള്ള സംഭാഷണമാണ്, സാക്ഷ്യം കേൾവിയാണ്. ഇതാണ് മീനുവിൻ്റെ ജോലി. ഒത്തിരി സമയം ദൈവത്തോട് സംഭാഷണം ചെയ്യുന്നുണ്ട്. അതാ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവവും നമ്മളോട് സംസാരിക്കും. അങ്ങനെയാണ് മീനുവിന് കിട്ടിയ ഈ വളരെയധികം സാക്ഷ്യം അദ്ദേഹം പറഞ്ഞിട്ട് വളരെ നന്മയോടുകൂടിയാണ് പറയുന്നത്. ഒത്തിരിയേറെ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയും കാരുണ്യ പ്രവൃത്തിയിലൂടെയും അദ്ദേഹം ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിന് പ്രതിഫലം നൽകുന്ന ദൈവത്തിൻ്റെ ശുശ്രൂഷ അവർ ചെയ്തപ്പോൾ, ഉടമ്പടി ജീവിതം അവർ മുന്നോട്ട് പോയപ്പോൾ ഒരു കറവും കൂടാതെ കുമ്പസാരവും കുർബാനയും എല്ലാം അതിൽ സംബന്ധിക്കുകയും ഡെയിലി ബ്രെഡിലും യൂട്യൂബിലുള്ള ആരാധനയിൽ സംബന്ധിച്ചപ്പോൾ അമ്മ ഒരിക്കലും നടക്കില്ല എന്ന് മീന് ഒരിക്കലും സാധിക്കില്ല എന്ന് പറഞ്ഞ കാര്യം അവർക്ക് പരിശുദ്ധമ്മ സാധിച്ചു കൊടുത്ത് അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോട് സംസാരിക്കുമ്പോൾ അമ്മയും യേശുവും അടുത്തു വന്ന് നമ്മളോട് സംസാരിക്കും. യേശുവിനെ കണ്ട സാക്ഷ്യവും അവർ പറഞ്ഞു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോ നൽകിയ അനുഗ്രഹത്തിന് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.